അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഏപ്രിൽ മാസം 7-ാം തീയതി ആഗോള സഭ ദൈവകരുണയുടെ തിരുനാളിനു വേണ്ടി ഒരുങ്ങുകയാണല്ലോ. എന്താണ് ദൈവകരുണയുടെ തിരുനാള്? എന്തുകൊണ്ടാണ് ഈ തിരുനാളിനെ തിരുനാളുകളുടെ തിരുനാൾ അഥവാ മഹാതിരുനാൾ എന്ന് വിളിക്കുന്നത്? ഈ ചിന്തകളുടെ ദിവസങ്ങൾ നമ്മൾ പങ്കുവെക്കുകയാണല്ലോ. വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് ഈശോ കരുണയുടെ ആഴങ്ങളിൽ അനേകം ഭക്താനുഷ്ഠാനങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ തിരുനാളിൽ ഏറ്റവും പ്രഥമ സ്ഥാനം എന്നത് ദൈവകരുണയുടെ തിരുനാളിനാണ്. നമുക്കറിയാം, ദൈവകരുണയുടെ ജപമാല, ദൈവകരുണയുടെ നൊവേന, 3 മണി സമയത്തുള്ള കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ദൈവകരുണയുടെ ഛായാചിത്രത്തെ വണങ്ങുന്ന ആത്മാക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അതോടൊപ്പം തന്നെ കരുണയുടെ തിരുമണിക്കൂർ ആചരണം, ഇങ്ങനെ അനവധി കാര്യങ്ങൾ ഈശോ കരുണയുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഭക്താനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രഥമമായിട്ടുള്ളത് ദൈവകരുണയുടെ തിരുനാളിനാണ്. കാരണം 1931 പോട്സ്റ്റിൽ വെച്ച് ദൈവകരുണയുടെ ചിത്രം വരയ്ക്കുന്നതിനെ പറ്റിയുള്ള തൻ്റെ അഭിഷ്ടം അറിയിച്ച അവസരത്തിലാണ് തിരുസഭയിൽ ഈ തിരുനാൾ ആഘോഷം ആരംഭിക്കുന്നതിന് ആദ്യമായി ഈശോ വിശുദ്ധിയോട് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. 1931 ഈശോ പ്രത്യക്ഷപ്പെട്ട, ഞാൻ ഈ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെയുള്ളൊരു ഛായാചിത്രം നീ വരയ്ക്കണം, അതോടൊപ്പം തന്നെ ദൈവകരുണയുടെ ഒരു തിരുനാൾ സഭയിൽ ഉണ്ടാകണം, ഈ ആഗ്രഹം ഈശോ വിശുദ്ധിയോട് ആവശ്യപ്പെടുകയാണ്. ഫൗസ്റ്റീന ഡയറി 49-ാമത്തെ ഖണ്ഡികയിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവകരുണയുടെ ഒരു തിരുനാൾ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ പെയിന്റ് ചെയ്യുന്ന ഈ ചിത്രം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച സാഘോഷം ആശീർവദിച്ച് വണങ്ങണം. അനീശ പറയാണ്, ആ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ ദിനമായിട്ട് ആഘോഷിക്കണം. ഹല്ലേലൂയ. ഈ തിരുനാള് 2024-ാം ആണ്ടില് നമ്മൾ ആഘോഷിക്കുന്നത് ഏപ്രിൽ മാസം 7-ാം തീയതിയാണ്. അപ്പൊ ഈ തിരുനാളിൽ ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങള് മറ്റൊരു തിരുനാളിൽ ലഭിക്കാത്ത വിധത്തിലുള്ള ചില സവിശേഷമായ അനുഗ്രഹങ്ങളാണ്. അതാണ് ദൈവകരുണയുടെ തിരുനാളിനെ തിരുനാളുകളുടെ തിരുനാളെന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം മിസ്റ്റർ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ 699-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ ദിവസം ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം എന്റെ അനുകമ്പാർദ്രമായ കരുണയുടെ അത്യഗാധങ്ങൾ ഞാൻ തുറക്കും. എന്റെ കരുണയുടെ ഉറവിയെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ കൃപാസാഗരം ഒഴുക്കും. ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കഠിനമാണെങ്കിലും എൻ്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത്. എത്രമാത്രം പാപാവസ്ഥയിലാണ് ഞാനും നിങ്ങളുമെങ്കിലും ദൈവകരുണയുടെ മഹാതിരുനാളിൽ ഈശോ പറയാണ്, എന്റെ അനുകമ്പാർദ്രമായ കരുണയുടെ അത്യഗാധങ്ങൾ ഞാൻ തുറക്കും. എന്റെ കരുണയുടെ ഉറവിയെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ കൃപാസാഗരം ഒഴുക്കും. എത്ര കഠിനമായ പാപാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാത്മാവാണെങ്കിൽ പോലും എന്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത്. കാരണം
ഈ തിരുനാളിൽ ഈശോ നമുക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങള്, അതായത് ഒന്നേ ദിവസം കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ദൈവ കരുണയുടെ ഛായാചിത്രത്തെ വണങ്ങുന്ന ഒരാത്മാവ് ഒരിക്കലും നശിച്ചു പോകാത്ത വിധം എത്രമാത്രം കഠിന പാപത്തിന്റെ അടിമത്തത്തിലാണെങ്കിലും ആ ആത്മാവിന് കർത്താവ് തന്റെ കരുണയിൽ ഒരു പരിശുദ്ധമായ ജീവിതം നൽകുന്നു. കുമ്പസാരിക്കാൻ മറന്നുപോയ പാപം പോലും അനുതാപത്തിന്റെ ആഴങ്ങളിൽ ഞാനൊരു പാപിയാണ് എന്ന വലിയ ബോധ്യത്തോടെ കുമ്പസാരിച്ച ദൈവകരുണയിൽ ശരണപ്പെടുന്ന പക്ഷം, ഡയറി 699 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ഈ പാപങ്ങൾ നിശേഷം ആത്മാവിൽ നിന്ന് തുടച്ചു മാറ്റുന്നു. ഈ തിരുനാൾ ദൈവ കരുണയെന്ന ദിവ്യരഹസ്യത്തിലൂടെ ദൈവത്തെ പ്രത്യേകമായി ആരാധിക്കുവാനുള്ള ഒരു ദിനം മാത്രമല്ല, ഈശോ പറയുകയാണ്, സർവലോകത്തിനും ദൈവകൃപ പ്രാപിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഈശോ അരുളി ചെയ്യുന്നു, എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകമായി നിർഭാഗ്യ പാപികൾക്കും ദൈവ കരുണയുടെ തിരുനാൾ ഒരാശ്രയവും സങ്കേതവുമായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ! അത്രമാത്രം സവിശേഷമായിട്ടുള്ള ഒരു തിരുനാളാണ് ഈ തിരുനാളെന്നാണ് ഈശോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഉന്നത കൃപകൾ സ്വന്തമാക്കണമെങ്കിൽ ദൈവകരുണ ഭക്തി ആവശ്യപ്പെടുന്ന സുഹൃതങ്ങൾ നമ്മൾ ചെയ്യണം. ദൈവിക നന്മയിലൂടെ പരിപൂർണ ശരണവും തൻ്റെ അയൽക്കാരോടുള്ള പ്രവർത്തന നിരതമായ സ്നേഹവും നാം അനുഷ്ഠിക്കണം. നാം പൂർണ്ണമായും പ്രസാദപരാവസ്ഥയിലായിരിക്കണം. ആഴമായി അനുതപിച്ച് കുമ്പസാരിക്കുകയും യോഗ്യതയോട് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം. ഈശോ വിശുദ്ധീകരിക്കുന്നു, പരിപൂർണമായ ശരണത്തോടെ ദൈവകരുണയിൽ ആശ്രയിക്കാതെ ഒരാത്മാവും നീതീകരിക്കപ്പെടുകയില്ല. അതിനാൽ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കണം. അന്നേ ദിവസം ആഴമളക്കാനാവാത്ത മഹത്വപൂർണമായ കരുണയെക്കുറിച്ച് വൈദികർ എല്ലാവരോടും പ്രഘോഷിക്കണം. ഹല്ലേലൂയ! ഈശോ പഠിപ്പിക്കുകയാണ് ദൈവമക്കളെ, കരുണയുടെ ആഴങ്ങളിൽ ഈ കാലഘട്ടത്തിൽ നാം ചേക്കേറേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. എത്രമാത്രം കഠിന പാപങ്ങളിൽപ്പെട്ട ജീവിതമാണെങ്കിലും അനുതപിച്ച് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ദൈവകരുണയിൽ പരിപൂർണമായി ശരണപ്പെട്ടെങ്കിൽ ഈശോ വെളിപ്പെടുത്തുന്നു, ഈ ദിവസം ജീവന്റെ ഉറവിടത്തെ സമീപിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ പാപമോചനവും ശിക്ഷയിൽ നിന്നുള്ള ഇളവും ലഭിക്കും. ഈ തിരുനാളിന്റെ ഏറ്റവും വലിയ സവിശേഷത, മറ്റൊരു തിരുനാളിൽ ലഭിക്കാത്ത ഒരു അനുഗ്രഹം ഈ ചിന്തയാണ്. ഈ തിരുനാളിൽ ജീവന്റെ ഉറവിടത്തെ സമീപിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ പാപമോചനവും ശിക്ഷയിൽ ഇളവും ലഭിക്കും. ദൈവമക്കളെ, നമുക്ക് കരുണയുടെ ഈ മഹാതിരുനാളിന് വേണ്ടി ഒരുങ്ങാം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ ചിന്തകൾ മിസ്റ്റർ ഫൗസ്റ്റീനിക്ക് ഈശോ നൽകിയ ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടതെന്നുള്ള ചിന്തകൾ ഈ ഡയറിയിൽ നിന്ന് നമ്മൾ പങ്കുവെക്കുമ്പോൾ അനേകർക്ക് രക്ഷയായി, ഈശോ പറയുന്നു, രക്ഷ പ്രാപിക്കാനുള്ള അവസാന പ്രതീക്ഷ
ഈ തിരുനാളിൽ ഒരാത്മാവിന് ഞാൻ നൽകുന്നുവെന്ന് നമുക്ക് അനേകർക്ക് പങ്കുവയ്ക്കാം, ഷെയർ ചെയ്യാം, പ്രാർത്ഥിക്കാം. അനേകരോട് നമുക്കിതിൻ്റെ അത്യാവശ്യത്തെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് പങ്കുവച്ചു കൊടുക്കുകയും ചെയ്യാം. ഈശോയുടെ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറ്റുപറയാം, ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഈശോയേ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു.